ജൂലൈ 30 അന്ന് നമ്മളെ മജ്‌ലിസിൽ ഒരു പരിപാടി ഉണ്ട്, ഒരു പ്രത്യേക ക്ലാസ് ഉണ്ട്. അത് റബീഉൽ അവ്വലിനുള്ള റബീഉൽ അവ്വലിന് വേണ്ടി എല്ലാവരോടും ഒരുങ്ങാൻ വേണ്ടി, മാനസികമായി ഒരുങ്ങാൻ വേണ്ടിയുള്ള ക്ലാസ്സാണ്. ആ ക്ലാസ്സിൽ പ്രധാന ചർച്ച, ആ ക്ലാസ്സിൽ പങ്കെടുത്തവർക്ക് ഒരുങ്ങാൻ കഴിയും, പക്ഷെ അതിൽ പ്രധാനപ്പെട്ട ചർച്ച, ക്ലാസ് ഒരു വിഷയം ആ ക്ലാസ്സിലുണ്ടെങ്കിലും അതിൽ പല ചർച്ചകളും കയറി വന്ന് ഈമാൻ വർദ്ധിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ മജ്‌ലിസുൽ ഹുസ്നയിൽ നടത്തുന്നത്. അപ്പൊ അതിൽ ചർച്ച, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സൃഷ്ടികളിൽ വെച്ച് സമ്പൂർണരാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ അബ്ദുള്ള തങ്ങളും ഉമ്മ ആമിന ബീവി റളിയല്ലാഹു അൻഹുമ അവര് മുതൽക്ക് ആദം നബി അലൈഹിസ്സലാമും ഹവ്വ ബീവിയും വരെയുള്ള എല്ലാ ഉപ്പമാരും ഉമ്മമാരും മുത്തനബിയുടെ പൂർവികരെല്ലാം, മുത്തനബിയുടെ പരമ്പര മുട്ടുന്ന ഉമ്മയുടെ പരമ്പരയും ഉപ്പയുടെ പരമ്പരയും മുട്ടുന്ന പൂർവികരെല്ലാം മുഅ്മിനീങ്ങളാണ്, മുസ്ലിങ്ങളാണ്. അത് അറിയാത്തവരും ഉണ്ട്. അതിനെതിരിൽ ചില ആളുകൾ പറഞ്ഞു. അബൂബക്കർ ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു വലിയ മുഫസ്സിറാണ്, അവർ വലിയ കർമ്മശാസ്ത്ര പണ്ഡിതനാണ്. അവരോട് ചോദിച്ചു, ഒരാൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മാതാപിതാക്കൾ നരകത്തിലാണ് അല്ലെങ്കിൽ കാഫിറാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അവന്റെ ഹുക്മ്, അവന്റെ വിധി എന്താണ് എന്ന് ചോദിച്ചു. അവര് പറഞ്ഞു, അവൻ മൽഊനാണ്, ശപിക്കപ്പെട്ടവനാണ് എന്ന് പറഞ്ഞാൽ അവന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ശല്യം ചെയ്യുന്നവർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹിന്റെ റസൂലിനെ ശല്യം ചെയ്യലാണ്. അള്ളാഹിന്റെ ഹബീബിന്റെ ഉമ്മനെ കുറിച്ചും ഉപ്പനെ കുറിച്ചും വേണ്ടാത്ത സംസാരങ്ങൾ സംസാരിക്കുന്നത് അത് റസൂലിനെ ശല്യം ചെയ്യല. റസൂലിനെ ശല്യം ചെയ്യുന്നത് അള്ളാഹുവിനെ ശല്യം ചെയ്യല എന്നാണ് അള്ളാഹു തആല പറഞ്ഞത്. അത് അള്ളാഹു മുത്തനബിനോടുള്ള ബഹുമാനവും സ്നേഹവും പ്രകടിപ്പിക്കുക. അള്ളാഹ്ക്ക് ഒരു സംഗതി ശല്യമായതുകൊണ്ടല്ല. അള്ളാഹ്ക്ക് എന്ത് ശല്യം? അള്ളാഹു കൊല്ലിക്ക് പിടിക്കാൻ കഴിയുന്നവനല്ല. അപ്പൊ അള്ളാഹു ശല്യം എന്ന് പറഞ്ഞാല് മുത്തനബിനോടുള്ള സ്നേഹ പ്രകടനാണത്. അപ്പൊ അബൂബക്കർ ഇബ്നുൽ അറബി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത്, ഒരാൾ അങ്ങനെ പറഞ്ഞാൽ അവൻ കാഫിറായി പോകുന്ന, കാഫിറായി മരിച്ചു പോകും. ആ പറയുന്ന സമയത്ത് കാഫിറാണ് എന്നല്ല, പിന്നീട് മരിക്കുന്ന സന്ദർഭം ഈമാൻ നഷ്ടപ്പെട്ട് മരിക്കാൻ അത് കാരണമാവും. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കള് മുസ്ലിങ്ങളായിരുന്നു, ഈമാനുള്ളവരായിരുന്നു, തൗഹീദിന്റെ വക്താക്കളായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. അതിനെതിര് പറയുന്നവരാണ് ഈ പുത്തൻവാദികൾ. സൗദിയിലും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പുത്തൻവാദികൾ അവർ നരകത്ത് പോകുന്നവരാണ്, അവർ മുശ്രിക്കീങ്ങളാണ്, കാഫിരീങ്ങളാണ് എന്ന് സമർത്ഥിക്കുകയും അങ്ങനെ പ്രസംഗിക്കുകയും അങ്ങനെ അതിനെതിരിൽ പറയുന്നവരെ പരിഹസിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ ആ വിഷയം നാം വേണ്ടതുപോലെ മനസ്സിലാക്കണം. അതിനാണ് അത് നമ്മുടെ ഈമാന്റെ ഭാഗമാണ്, നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വലിയ മഹത്വവൽക്കരിച്ച് നാം ഉൾക്കൊള്ളൽ. ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു അവരൊരു കർമ്മശാസ്ത്ര പണ്ഡിതനായിരുന്നു, അവരൊരു മുഹദ്ദിസായിരുന്നു. സാധാരണ നാം അറിയപ്പെട്ട മടവൂര് മമ്പുറതങ്ങൾ പോലത്തെ മഹാന്മാരെ പോലെയുള്ള സൂഫിയാക്കളെ റൂട്ടിൽ പോയ ആളല്ല. എന്നാൽ സൂഫിയാക്കളെ ആരിഫീങ്ങൾക്ക് കൊടുത്ത കറാമത്തുകളും അനുഭൂതികളൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുയൂത്തി ഇമാമിനിക്ക് നൽകി. എന്താണ് കാരണം? സുയൂത്തി ഇമാമ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മഹത്വവൽക്കരിക്കുന്ന ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയും ഉപ്പയും മുഅ്മിനീങ്ങളാണ്, മുസ്ലിങ്ങളാണ് എന്ന് സമർത്ഥിക്കുന്ന 6 ഗ്രന്ഥങ്ങൾ എഴുതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സുയൂത്തി ഇമാമിനോട് വലിയ സന്തോഷമായി. സുയൂത്തി ഇമാമിന് മുത്തനബി കൊടുത്ത സമ്മാനം എന്താ? 70 ചില്ലാനം പ്രാവശ്യം മുത്തനബി സുയൂത്തി ഇമാമിന്റെ അടുത്ത് ഉണർവിൽ വന്നു. നീ സ്വർഗ്ഗക്കാരനാണെന്നു സുയൂത്തി ഇമാമിനോട് സന്തോഷ വാർത്ത അറിയിച്ചു. സുയൂത്തി ഇമാമിന് വലിയ കറാമത്തുകൾ നൽകി. അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ സാധാരണക്കാരനായ ആലിമാണ് സുയൂത്തി ഇമാമ്. ആ സുയൂത്തി ഇമാമ് തൻ്റെ ശിഷ്യന്, തൻ്റെ ഖാദിമായ ഹബ്ബാക്കിനെ കൂട്ടിങ്ങനെ അസ്ർ ബാങ്ക് കൊടുക്കാൻ സമയമായിട്ടുണ്ട് പള്ളിയിലെത്തുമ്പോൾ, അന്നേരം ഖാദിമിനോട് കൈപിടിച്ച് ഖാദിമിനോട് പറഞ്ഞു, നമുക്കിപ്പോൾ എവിടെയുള്ളത് സുയൂത്തി ഇമാമ്? സുയൂത്തി ഇമാമ് മിസ്റിൽ ഈജിപ്തിലാണുള്ളത്. ഈജിപ്തിലുള്ള സുയൂത്തി ഇമാമ് കൂടെയുള്ള ഖാദിമിനോട് ചോദിക്കുകയാണ്, അസ്റിന് ബാങ്ക് കൊടുക്കാറായിട്ടുണ്ട്, നമുക്കിപ്പോ
മക്ക ഹറമിൽ വെച്ച് അവിടെ പോയി അസ്ർ നിസ്കരിച്ചാലോ? ഖാദിമ് പറഞ്ഞു അത് പറ്റും. അപ്പൊ സുയൂത്തി ഇമാമ്, എന്നാൽ നീ എൻ്റെ കൂടെ നിൽക്കണം. 7 അടി ഖാദിമിന്റെ കൈ പിടിച്ച് സുയൂത്തി ഇമാമ് 7 അടി വെക്കുന്നു. 7ാമത്തെ അടി എവിടെ? ഹറമില. എവിടുന്ന്? ഈജിപ്തിൽ നിന്ന് മക്ക ഹറമിലേക്ക് സുയൂത്തി ഇമാമ അവിടെ എത്തി. അവരവിടെ ചെന്ന് ഉംറ ചെയ്തു. തവാഫൊക്കെ കഴിഞ്ഞ് അസ്റിന് ബാങ്ക് കൊടുത്തു. അസ്റിന് ബാങ്ക് കൊടുത്ത് അസ്ർ നിസ്കരിച്ച് കൂടെയുള്ള ഖാദിമിനോട് ചോദിച്ചു, ഇനിയിപ്പോ ആജിയമാരൊക്കെ ഹജ്ജ് ചെയ്യാൻ ഇങ്ങോട്ട് വരാറായല്ലോ, നിനക്ക് ഓരോ കൂടെ ഹജ്ജൊക്കെ ചെയ്ത് എന്നിട്ട് അവർ കൂടെ പോരുന്നോ? ഹജ്ജൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരുടെ കൂടെയാണോ പോരുന്നത്, അതോ ഞാൻ ഇപ്പോൾ പോവാണ് എൻ്റെ കൂടെ പോരുന്നു? നല്ല ഖാദിമാണ്, നിങ്ങളെ കൂടെ തന്നെ ഞാൻ പോരുക എന്നാ പറയണ്ടേ. അന്തം കുറവുള്ള ഖാദിമാണ്, ഞാൻ ഹജ്ജൊക്കെ കഴിഞ്ഞിട്ട് വരാം, അതെല്ലാം കൂടെ എത്തിയില്ലേ എന്നാ പറയാം. അപ്പോ ഖാദിമ പറഞ്ഞു, ഞാൻ ഉസ്താദിന്റെ കൂടെ തന്നെ പോരുകയാണ്. ആ എന്നാ എൻ്റെ കൂടെ നിന്നോ. സുയൂത്തി ഇമാമ തിരിച്ചും 7 അടി തിരിച്ചും വെച്ചു. 7ാമത്തെ അടി അവരെവിടുന്നാണോ പോയത് അവിടെ തന്നെ എത്തിയിട്ടുണ്ട്. ഈ വലിയ കറാമത്ത് സുയൂത്തി ഇമാമിന് കിട്ടാൻ കാരണം എന്താ? ഇങ്ങനെ വലിയ മഹത്വം ഉള്ള ആളാണ് സുയൂത്തി ഇമാം. സുയൂത്തി ഇമാമ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ധാരാളം കിതാബുകൾ എഴുതി. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാം അടുത്ത 30-ാം തീയതി, ഈ മാസം ജൂലൈ 30-ാം തീയതി ഉച്ചക്ക് 1 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ മജ്ലിസുൽ ഹുസ്നൈനിയിൽ ക്ലാസ് ഉണ്ട്. അത് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് ആ ക്ലാസ്സിന് വരേണ്ടത്.